ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു ക്ഷേത്ര ദർശനത്തിന് പോവാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ. ആ ഒരു നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക കേട്ടോ. വേറെങ്ങുമല്ല, ചെട്ടികുളങ്ങര അമ്മയുടെ തിരുമുന്നിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ആ അമ്പലത്തിൽ ഇത്രയും നാളുമായിട്ട് ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എത്ര വർഷത്തോടകം കൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല. എൻ്റെ ചേട്ടനാണ് ഞാൻ പോവാത്ത പല ക്ഷേത്രങ്ങളും കൊണ്ടുപോയി കാണിക്കാറ്. ഇതെൻ്റെ അമ്മയുടെ ആ ഫ്രണ്ട്, അതായത് നമ്മൾ കയറി ചെല്ലുന്ന ഭാഗമാണിത് കേട്ടോ. തൊട്ടപ്പുറമൊക്കെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കടകളാണ്, മേടിക്കാനുള്ള കടകളാണ്. മുല്ലപ്പൂവൊക്കെ നിരത്തി വെച്ചേക്കുവാണ്. അതിൻ്റെ സ്മെല്ല് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ. ഇതാണ് കേട്ടോ ആ ഫ്രണ്ട് കവാടമാണ്. നമ്മളകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ്. ചേട്ടനും കുട്ടികളാട്ടോ പോകുന്നത്. തമ്പുരാൻ പിന്നെ എവിടെ പോയാലും അവൻ്റെ മനസ്സിൽ ഫുട്ബോൾ എന്നുള്ള ചിന്തയായതുകൊണ്ട് അമ്പലത്തിൽ പോയാലും അവൻ വെറുതെ വിടുകയില്ല. ഒരു ആരിലെ പോലും അവൻ വെറുതെ വിടുകയില്ല. തട്ടി നടക്കും. ഞങ്ങളൊരു 5:30 ഒക്കെ ആയപ്പോഴാണ് ചെന്നത്. തിരിച്ചിറങ്ങിയപ്പോൾ രാത്രിയായി. എന്നുവെച്ചാൽ ഞങ്ങളവിടെ കുറച്ച് സമയമേ ഇരുന്നു. നല്ലൊരു സുഖമായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ. അതെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, തൊഴുത് കഴിഞ്ഞ് പെട്ടെന്ന് പോരാണ്ട് അവിടെ കുറച്ച് നേരം ഇരിക്കണം, നല്ല സുഖമാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങളിപ്പോൾ എല്ലായിടം പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ അങ്ങിരിക്കും. നല്ല രസമാണ്. പിള്ളേരായാലും മണ്ണിലും എങ്ങനെയൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കും. ഞങ്ങൾ രണ്ടുപേരും ആ കളികളും കണ്ട് ദേവീനെ സ്തുതിച്ച് അങ്ങനെ അങ്ങിരിക്കും കേട്ടോ. പിന്നെ പിള്ളേരുമായിട്ട് തൊഴുതിങ്ങിപ്പോൾ ഇത് വൈകുന്നേരത്തെയാണ്. ദീപാരാധന സമയത്തുള്ള ദൃശ്യങ്ങൾ. അവിടെ ചുറ്റുവിളക്ക് കത്തിക്കുന്നതൊക്കെ ഭക്തർ തന്നെയാണ് കേട്ടോ. അവിടെ വരുന്ന ആൾക്കാർ തന്നെയാണ് ചുറ്റുവിളക്ക് കത്തിക്കുന്നത്. ഞാൻ ആ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇട്ടത്. ചേട്ടൻ്റെ ചാനലിൽ ഫുൾ വീഡിയോ കാണും. അതായത് എല്ലാവരും കത്തിച്ച് വരുന്നതിൻ്റെ ഇതിൻ്റെ എല്ലാം വീഡിയോസ് കാണും. ഞാൻ കുറച്ച് ഭാഗങ്ങളാകട്ടെ ഇട്ടെ. പിന്നെ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പം അവിടെ കളിപ്പാട്ട കടകളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരത് കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ അപ്പോൾ അതെവിടെ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും അതുങ്ങളുടെ തിരിച്ച് വരുമ്പോൾ അതുങ്ങളുടെ കയ്യിലൊരു കവറുണ്ടാവും. ഞങ്ങളത് പ്രതീക്ഷിച്ചോണ്ടാണ് അവരെയും കൊണ്ട് പോകുന്നത്. ഭാനു പിന്നെ എന്തൊക്കെയാണ് അവിടെ കുക്കറിക്കുള്ളതും ഒക്കെയുള്ള സാധനങ്ങളായിട്ടോ എടുത്തേ. തമ്പുരാൻ എന്തോ ചെയിനോ, അവന് ആൺപിള്ളേരല്ലേ, അവർക്ക് പല കാര്യത്തിനോടല്ലേ, അങ്ങനെ എന്തൊക്കെയാണ് എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാലേ ഇനിയും ചെയ്യാനുള്ള